Friends, let's start with the second module. Second module നമുക്ക് ഡേറ്റ ടൈപ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ടൈപ്സ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്, അതിനെക്കുറിച്ചും പിന്നെ ടൈപ്പ് സിസ്റ്റംസ്, ടൈപ്പ് ചെക്കിങ്, ടൈപ്പ് കൺവേർഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതിൽ തന്നെ ഡേറ്റ ടൈപ്സ്, കോമ്പോസിറ്റ് ഡേറ്റ ടൈപ്സ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതായത് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ യൂസർ ഡിഫൈൻഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഡേറ്റ ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് ഈ സെക്കൻഡ് മോഡ്യൂളിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ടൈപ്പ് സിസ്റ്റംസും ടൈപ്പ് ചെക്കിങ്ങുമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, സോ എനിവേ, വാട്ട് ആർ ദ പ്രിൻസിപ്പൽ പർപ്പസസ് ഫോർ പ്രൊവൈഡിങ് ഡേറ്റ ടൈപ്പ്? ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണെങ്കിലും ഡേറ്റ ടൈപ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് രണ്ട് പ്രിൻസിപ്പൽ പർപ്പസസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്സ് പ്രൊവൈഡ് ഇംപ്ലിസിറ്റ് കോണ്ടെക്സ്റ്റ് ഫോർ മെനി ഓപ്പറേഷൻസ്. മിക്കവാറുമുള്ള ഓപ്പറേഷൻസിനെല്ലാം തന്നെ ഒരു ഇംപ്ലിസിറ്റ് കോണ്ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ ഡേറ്റ ടൈപ്പ് ഇൻറ്റിജർ അല്ലെങ്കിൽ ഫ്ലോട്ട് ഡേറ്റ ടൈപ്പാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇപ്പം അഡീഷൻ. ഓക്കെ, അപ്പോൾ അഡീഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, ഓപ്പറേഷൻ അഡീഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റിജർ ഓപ്പറൻസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് അഡീഷനാണ് ചെയ്യേണ്ടതെന്ന് തന്നെ അറിയാം പ്ലസ് ഓപ്പറേറ്റർ കൊടുക്കുമ്പോൾ. അതേ പ്ലസ് ഓപ്പറേറ്റർ തന്നെ നമ്മൾ ക്യാരക്ടേഴ്സിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് കൺകാറ്റിനേഷൻ ആണ് എന്നുള്ള മീനിങ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇംപ്ലിസിറ്റ് കോണ്ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ നോർമലി ഡേറ്റ ടൈപ്സ് കൊടുക്കുന്നത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പൽ പർപ്പസ് ഫോർ providing data type. Then the second purpose is to limit the set of operations that may be performed. Okay, ഇപ്പം നമ്മൾ ഡേറ്റ കൊടുക്കുന്നു, അപ്പോൾ ആ ഡേറ്റയിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറയാതെ തന്നെ ഇംപ്ലിസിറ്റായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും വി ക്യാൻ ഗീവ് ഡേറ്റ ടൈപ്സ്. ഓക്കെ, സോ അപ്പം അതിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇൻറ്റിജറാണ് കൊടുക്കുന്നതെങ്കിൽ ഇൻറ്റിജറിനകത്ത് നമുക്ക് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യാൻ പറ്റുക. ക്യാരക്ടറാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കതിനകത്ത് സ്ട്രിങ് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള സെറ്റ് ഓഫ് ഓപ്പറേഷൻസിനെ ലിമിറ്റ് ചെയ്യാനും ഡേറ്റ ടൈപ്പ് വിൽ ഹെൽപ്പ്. ഓക്കെ, ദെൻ type systems. Actually, type systems is a combination of a mechanism for defining data types and also a set of rules. ഓക്കെ, നമ്മൾ ടൈപ്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസവും അതിന് ചേർന്ന് വരുന്ന കുറച്ച് സെറ്റ് ഓഫ് റൂൾസും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ ടൈപ്പ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ മെക്കാനിസം ഫോർ ഡിഫൈനിങ് ടൈപ്സ് ആൻഡ് അസോസിയേറ്റിംഗ് ദം വിത്ത് സർട്ടൻ ലാംഗ്വേജ് കൺസ്ട്രക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നെയിംഡ് കോൺസ്റ്റൻസ് ആവാം. നെയിംഡ് കോൺസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹാഷ് ഡിഫൈൻ വെച്ച് നമ്മൾ നോർമലി കോൺസ്റ്റൻസിനെ ഡിഫൈൻ ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നെയിംഡ് കോൺസ്റ്റൻസ്. ദെൻ വേരിയബിൾസ്, റെക്കോർഡ് ഫീൽഡ്സ് മീൻസ് സ്ട്രക്ചർ വേരിയബിൾസ് ആൻഡ് ഓൾ, പാരാമീറ്റേഴ്സ് ഫങ്ഷൻസിലേക്ക് പാസ് ചെയ്യുന്നത്, ദെൻ സബ് റൂട്ടീൻസ്, ലിറ്ററൽ കോൺസ്റ്റൻസ്, ഇതിനെയെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ടൈപ്പ് സിസ്റ്റത്തിൻ്റെ ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് റൂൾസ് ഫോർ ടൈപ്പ് ഇക്വലൻസ്, ടൈപ്പ് കോമ്പാറ്റബിലിറ്റി ആൻഡ് ടൈപ്പ് ഇൻഫറൻസ്. ഇത് മൂന്നും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ്. ഈ രണ്ട് കാര്യങ്ങൾ ചേരുന്നതിനെയാണ് നമ്മൾ ടൈപ്പ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ടൈപ്പ് ഇക്വലൻസ് റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഡിറ്റർമിൻസ് വെൻ ദ ടൈപ്പ് ഓഫ് ടു വാല്യൂസ് ആർ ദ സെയിം. രണ്ട് വാല്യൂസിൻ്റെ ടൈപ്പ് സെയിം ആയിട്ട് വരുമ്പോഴത്തേനും അത് കറക്റ്റാണോ, അതായത് ഈക്വലൻ്റ് ആണോ അല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് റൂൾസാണ് ടൈപ്പ് ഈക്വലൻസ് റൂൾസ് എന്ന് പറയുന്നത്. ദെൻ ടൈപ്പ് കോമ്പാറ്റിബിലിറ്റി റൂൾസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷനിലോ അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റിലോ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഓപ്പറാൻഡിനെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് കോമ്പാറ്റിബിൾ ആണോ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം രണ്ട് വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യാൻ കൊടുക്കുമ്പോഴത്തേനും ഇപ്പോൾ രണ്ട് ഇൻറ്റിജേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യാം, രണ്ട് ഫ്ലോട്ട്സിനെ തമ്മിൽ ആഡ് ചെയ്യാം. അതേസമയം ഒരു ഇൻറ്റിജറും ഒരു ക്യാരക്ടറും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന അതിനെയാണ് നമ്മൾ കോമ്പാറ്റിബിലിറ്റി റൂൾസ് എന്ന് പറയുന്നത്. ദെൻ ടൈപ്പ് ഇൻഫറൻസ് റൂൾസ്. Inference rules means defines the type of an expression based on the type of its constituent parts. ഓക്കെ, ഇപ്പോൾ ഏതൊരു എക്സ്പ്രഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്താലും ആ എക്സ്പ്രഷൻ ഒരു ടൈപ്പ് ഉണ്ടാവും. അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പാർട്സ്.
ദാറ്റ് മീൻസ് ഏതൊക്കെ വേരിയബിൾസ് അല്ലെങ്കിൽ ഏതൊക്കെ ഡേറ്റാസ് ചേർന്നാണോ ആ എക്സ്പ്രഷൻ ഫോം ചെയ്തിരിക്കുന്നത്, അതിൽ നിന്നാണ് നമ്മൾ ആ എക്സ്പ്രഷൻ്റെ ടൈപ്പ് ഇൻഫർ ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ അപ്പം ഇങ്ങനെയുള്ള 3 സെറ്റ് ഓഫ് റൂൾസും കൂടി ചേരുന്നതാണ് ടൈപ്പ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ type checking. Type checking is the process of ensuring that a program obeys the language ടൈപ്പ് കോമ്പാറ്റിബിലിറ്റി റൂൾസ്. ടൈപ്പിൻ്റെ കോമ്പാറ്റിബിലിറ്റി റൂൾസ് ഓരോ പ്രോഗ്രാമിനും അല്ലെങ്കിൽ ഓരോ ലാംഗ്വേജസിനും, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് പല രീതിയിലായിരിക്കും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ടൈപ്പ് കോമ്പാറ്റിബിലിറ്റി റൂൾസ് പ്രോഗ്രാം ഒബേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എൻഷുർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് ദർ ഈസ് എനി വയലേഷൻ ഫോർ ദാറ്റ് ടൈപ്പ് കോമ്പാറ്റിബിലിറ്റി റൂൾസ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടൈപ്പ് ക്ലാഷ്. Okay, then strong typed means that the language prevents you from applying an operation to data on which it is not appropriate. ഓക്കെ, സ്ട്രോങ്ലി ടൈപ്ഡ് ലാംഗ്വേജസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ടൈപ്പ് കോമ്പാറ്റിബിൾ അല്ലാത്ത ഡേറ്റ യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് എറർ പ്രൊഡ്യൂസ് ചെയ്യും. സോ ദീസ് ടൈപ്പ് ഓഫ് സ്ട്രോങ്ലി ടൈപ്ഡ് ലാംഗ്വേജസ് ഓൾവേസ് ഡിറ്റക്ട് ടൈപ്സ് എറേഴ്സ്. Then there are two type of typed languages, that is static typing and dynamic typing. Static typing means the type checking will be performed at compile time. Compiler തന്നെയായിരിക്കും കമ്പൈലേഷൻ നടക്കുന്ന സമയത്തായിരിക്കും ഈ ടൈപ്പ് ചെക്കിങ് നടത്തുന്നത്. അതായത് എല്ലാ ടൈപ്സും കോമ്പാറ്റിബിൾ ആണോ ഓപ്പറേഷൻസിൽ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. ദെൻ ഡൈനാമിക് ടൈപ്പിങ്ങിൻ്റെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് കറക്റ്റ്നെസ് എല്ലാം ചെക്ക് ചെയ്യുന്നത് റൺ ടൈമിലാണ്. ദെൻ മോസ്റ്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്, ഇപ്പോൾ ഉള്ള മോഡേൺ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എല്ലാം തന്നെ ഡൈനാമിക്കലി ടൈപ്പാണ്, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് വിൽ പെർഫോം ദ ടൈപ്പ് ചെക്കിംഗ് അറ്റ് ദ ടൈം ഓഫ് റൺ ടൈം, എക്സിക്യൂഷൻ ടൈം. ഓക്കെ, സം സ്ട്രോങ്ലി ടൈപ്ഡ് ലാംഗ്വേജസ് ആർ പൈത്തൺ ആൻഡ് റൂബി. പൈത്തണും റൂബിയും സ്ട്രോങ്ലി ടൈപ്ഡ് ലാംഗ്വേജസ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ഓൾവേസ് ചെക്ക് ഫോർ എനി ടൈപ്പ് ഇൻകോമ്പാറ്റിബിലിറ്റി. ലാംഗ്വേജസ് വിത്ത് ഡൈനാമിക് സ്കോപ്പിംഗ് ആർ ജനറലി ഡൈനാമിക്കലി ടൈപ്പ്. ഡൈനാമിക് സ്കോപ്പിംഗ് യൂസ് ചെയ്തു വരുന്ന ഏതൊരു ലാംഗ്വേജസും എങ്ങനെയാണ് ഡൈനാമിക്കലി ടൈപ്ഡ് ലാംഗ്വേജസ് ആണ്. ദെൻ സിക്കകത്താണെങ്കിൽ നോർമലി കമ്പൈൽ ടൈമിലാണ് ടൈപ്പ് ചെക്കിംഗ് നടക്കുന്നത്. റെയറിലായിട്ട് മാത്രമേ റൺ ടൈം ടൈപ്പ് ചെക്കിംഗ് നടക്കാറുള്ളൂ. ലിസ്പിലും സ്മോൾ ടാക്കും അത് രണ്ടും ഡൈനാമിക്കലി ടൈപ്ഡ് ലാംഗ്വേജസ് തന്നെയാണ്. ദെൻ ടൈപ്പ് ഇക്വലൻസ്. ടൈപ്പ് ഇക്വലൻസ് എന്ന് പറയുമ്പോഴത്തേനും വി ഹാവ് ടു ഡിറ്റർമിൻ വെദർ ടു ടൈപ്സ് ആർ കൺസിഡേർഡ് ദ സെയിം ഓർ നോട്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ടു ടൈപ്പ് ഓഫ് ഇക്വലൻസ്, ദാറ്റ് ഈസ് നെയിം ഇക്വലൻസ് ആൻഡ് സ്ട്രക്ചറൽ ഇക്വലൻസ്. നെയിം ഇക്വലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പുകൾ ഒരുപോലെ വരണമെങ്കിൽ, അല്ലെങ്കിൽ വി ആർ സെയിങ് ദാറ്റ് ഈക്വൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് വാട്ട് ദേ ഹാവ് ദ സെയിം നെയിം. ഒരേ നെയിമിലുള്ള രണ്ട് ടൈപ്പാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ബോത്ത് ആർ ഈക്വലൻ്റ്. സ്ട്രക്ചറൽ ഇക്വലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പിനും സെയിം സ്ട്രക്ചർ ആയിരിക്കണം, വിച്ച് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. ഓക്കെ, രണ്ടിനും സ്ട്രക്ചർ സെയിം ആയിരിക്കണം. നെയിം ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ നെയിം സെയിം ആയിരിക്കണം. ഇതിന് എക്സാമ്പിൾസ് കാണുമ്പോൾ മനസ്സിലാവും. സ്ട്രക്ചറൽ ഇക്വലൻസ് ആൻഡ് നെയിം ഇക്വലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം ഇക്വലൻസ് ഈസ് ബേസ്ഡ് ഓൺ ഡിക്ലറേഷൻസ്. ഓക്കെ, ഡിക്ലറേഷൻസിനെ ബേസ് ചെയ്ത് വരുന്നതാണ് നെയിം ഇക്വലൻസ്. സ്ട്രക്ചറൽ ഇക്വലൻസ് ഈസ് ബേസ്ഡ് ഓൺ മീനിങ് ബിഹൈൻഡ് ദോസ് ഡിക്ലറേഷൻസ്. ആ ഡിക്ലറേഷൻ്റെ മീനിങ്ങിനെ ബേസ് ചെയ്ത് വരുന്നതാണ് സ്ട്രക്ചറൽ ഇക്വലൻസ്. നെയിം ഇക്വലൻസ് ഈസ് മോർ ഫാഷനബിൾ ദീസ് ഡേയ്സ്. അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ള മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലെല്ലാം കൂടുതലും നെയിം ഇക്വലൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്കിപ്പം നെയിം ഇക്വലൻസിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, സ്റ്റാക്കും സെറ്റും. ഓക്കെ, സ്റ്റാക്കെന്നും സെറ്റെന്നും പറഞ്ഞ് രണ്ട് സ്ട്രക്ചേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സ്ട്രക്ചറിനകത്തും ഇൻറ്റിജറായിട്ടുള്ള ഡേറ്റ ഓഫ് 100, ഒരു ഡേറ്റ 100 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റിജർ അറേയുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇൻറ്റിജറായിട്ടുള്ള ഒരു കൗണ്ട് എന്നുള്ള ഒരു വേരിയബിളുണ്ട്. രണ്ടിലും സെയിം ആയിട്ടാണ് വന്നേക്കുന്നത്. ആദ്യത്തതിൻ്റെ പേര് സ്റ്റാക്കെന്നും രണ്ടാമത്തേത് സെറ്റെന്നുമാണ്. ഓക്കെ, ദെൻ വി ആർ ഡിക്ലെയറിങ് ടു വേരിയബിൾസ് ഓഫ് ഈച്ച് സ്ട്രക്ചർ. സ്റ്റാക്ക് എക്സ് കോമ വൈ, എക്സും വൈയും സ്റ്റാക്ക് ടൈപ്പും ആറും എസും സെറ്റ് ടൈപ്പുമാണ്. ഓക്കെ, ദെൻ ഇഫ് നെയിം ഇക്വലൻസ് ഈസ് യൂസ്ഡ് ഇൻ ദ ലാംഗ്വേജ്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൽ നെയിം ഇക്വലൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സ് ആൻഡ് വൈ വുഡ് ബി ഓഫ് ദ സെയിം ടൈപ്പ് ആൻഡ് ആർ ആൻഡ് എസ് വുഡ് ബി ഓഫ് ദ
സെയിം ടൈപ്പ്. ഓക്കെ, നെയിമിൻ്റെ നെയിം ഇക്വലൻസ് ആണ് നമ്മൾ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ രണ്ടിൻ്റെയും അകത്തുള്ള കണ്ടൻറ് എല്ലാം സെയിം തന്നെ ആണെങ്കിൽ പോലും എക്സും വൈയും സ്റ്റാക്ക് ടൈപ്പും ആറും എസ്സും സെറ്റ് ടൈപ്പും ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എക്സോ വൈയോ ആറിനോ എസ്സിനോടോ ഈക്വലൻ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത് മാത്രമല്ല അസൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ് ഈക്വൽ ടു വൈ എന്ന് നമുക്ക് കൊടുക്കാം, ആർ ഈക്വൽ ടു എസ് എന്നും കൊടുക്കാം, അത് വാലിഡാണ്. പക്ഷേ എക്സ് ഈക്വൽ ടു ആർ എന്ന് കൊടുത്താലോ എക്സ് ഈക്വൽ ടു വൈ എസ് എന്ന് കൊടുത്താലോ അത് വാലിഡ് അല്ല. ഓക്കെ, ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നെയിം ഇക്വലൻ്റ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ നെയിം ഇക്വലൻ്റ് ബിക്കോസ് ഓഫ് ദീസ് ആർ ഓഫ് സെയിം ടൈപ്പ് ഓഫ് സ്റ്റാക്ക്. ഓക്കെ, ഈ എക്സും വൈയും സ്റ്റാക്ക് എന്നുള്ള ടൈപ്പ് തന്നെ ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ നെയിം ഇക്വലൻ്റ്. ഓക്കെ, ദെൻ സ്ട്രക്ചറൽ ഇക്വലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം ആൻഡ് ടൈപ്പ് ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഓഫ് ദ ടു ടൈപ്സ് മസ്റ്റ് ബി ദ സെയിം ആൻഡ് മസ്റ്റ് ബി ലിസ്റ്റഡ് ഇൻ ദ സെയിം ഓർഡർ ഇൻ ദ ടൈപ്പ് ഡെഫിനിഷൻ. ഓക്കെ, നെയിമും ടൈപ്പും നമ്മൾ രണ്ട് ടൈപ്പ് ഡിഫൈൻ ചെയ്യുന്ന ടൈപ്പിനകത്ത് അതിൻ്റെ പേരും അതിനകത്തുള്ള ഓരോ കമ്പോണൻസും സെയിം ആയിരിക്കണം. അതും സെയിം ഓർഡറിൽ തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ മാത്രമാണ് അത് രണ്ട് ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ കമ്പോണൻസിൻ്റെ നെയിം ഡിഫറെൻ്റ് ആയാലും കുഴപ്പമില്ല. ദെൻ യൂസിങ് സ്ട്രക്ചറൽ ഇക്വലൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് ആൻഡ് സെറ്റ് വുഡ് ബി കൺസിഡേർഡ് ഈക്വലൻ്റ്. സ്റ്റാക്കും സെറ്റും ഈക്വലൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വി ക്യാൻ അക്സെപ്റ്റ് എക്സ് ഈക്വൽ ടു ആർ. ഓക്കെ, ആ ലാംഗ്വേജ് എക്സ് ഈക്വൽ ടു ആറിനെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ സിക്കകത്ത് നമുക്ക് സ്ട്രക്ചറൽ ഇക്വലൻസ് സപ്പോർട്ട് ചെയ്യുന്നില്ല ആൻഡ് വിൽ ഗീവ് ആൻ എറർ ഫോർ എബോവ് അസൈൻമെൻറ്റ്. സോ അപ്പോൾ സിക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് നെയിം ഇക്വലൻസ് ആണ്. ഓക്കെ, സോ അപ്പം ഇവിടെ ഇതാണ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ടൈപ്പ് സ്റ്റുഡൻറ്റ് ഈക്വൽ ടു റെക്കോർഡ്. ഇവിടെ ഒരു സ്ട്രക്ചർ പാസ്കലിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, റെക്കോർഡായിട്ടാണ് പറയുന്നത്. സോ ടൈപ്പ് സ്റ്റുഡൻറ്റ് ഈക്വൽ ടു റെക്കോർഡ്, നെയിം അഡ്രസ് സ്ട്രിങ്, ഏജ് ഇൻഡിജർ. ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻ്റ് എന്നും സ്കൂളെന്നും പറഞ്ഞ് രണ്ട് റെക്കോർഡ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, അതായത് സ്ട്രക്ചർ. അതിനകത്തുള്ള കണ്ടൻ്റ് എല്ലാം സെയിം തന്നെയാണ്, നെയിം അഡ്രസ്സ് സ്ട്രിങ് ആണ്, ദെൻ ഏജ് ഇൻഡിജറാണ്. ദെൻ വി ആർ ക്രിയേറ്റിംഗ് വേരിയബിൾ എക്സ് ഫോർ സ്റ്റുഡൻറ്റ് ആൻഡ് വൈ ഫോർ സ്കൂൾ. രണ്ട് സ്ട്രക്ചറിൻ്റെ രണ്ട് റെക്കോർഡ്സിൻ്റെ ആൾക്കാരാണ്. ഓക്കെ, സോ ആൻഡ് വി ആർ അസൈനിങ് എക്സ് ഈക്വൽ ടു വൈ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ളതാണ്. സോ ദേ അസൈൻഡ് എ വാല്യൂ ഓഫ് ടൈപ്പ് സ്കൂൾ ഇൻ ടു എ വേരിയബിൾ ഓഫ് ടൈപ്പ് സ്റ്റുഡൻറ്റ്. ഓക്കെ, ടൈപ്പ് സ്റ്റുഡൻറ്റിനകത്തോട്ട് നമ്മൾ സ്കൂൾ എന്നുള്ള ഒരു ടൈപ്പാണ് അസൈൻ ചെയ്യാൻ പോകുന്നത്. സോ കമ്പൈലർ whose type checking is based on structural equivalence will accept such an assignment. നമ്മുടെ കമ്പൈലറിൽ സ്ട്രക്ചറൽ ഇക്വലൻസ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ അസൈൻമെൻറ്റ് കമ്പൈലർ അക്സെപ്റ്റ് ചെയ്യും. ഇൻ ദ എക്സാമ്പിൾ എക്സ് ആൻഡ് വൈ വിൽ ബി കൺസിഡേർഡ് ടു ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് അണ്ടർ നെയിം ഇക്വലൻസ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്, എക്സും വൈയും ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. പക്ഷേ നെയിം ഇക്വലൻസിൻ്റെ കേസിൽ ഓക്കെ, നെയിം ഇക്വലൻസിനാണ് നമ്മളിത് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ ഇവിടുത്തെ കേസിൽ എക്സും വൈയും ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്ട്രക്ചറൽ equivalence, both of these are equivalent. Okay, x uses the type declared in line number 1 which is student, and y uses the type declared as in line number 4 which is school. Okay, is this an error? No, in the case of structural equivalence. Okay, ഇനി നെയിം ഇക്വലൻസ് അടയിലും നെയിം ഇക്വലൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ടൈപ്പ് T1 ഈസ് അറേ 1 to 10 ഓഫ് ബൂളിയൻ, ടൈപ്പ് T2 ഈസ് അറേ 1 to 10 ഓഫ് ബൂളിയൻ. അതായത് രണ്ട് അറേ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്, T1 ഉം T2 ഉം ബൂളിയൻ ടൈപ്പിൽ തന്നെ 10 മെമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ V1 T1, ദാറ്റ് മീൻസ് T1 ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു V1. T2 ടൈപ്പിലുള്ള വേരിയബിളാണ് V2. minus V1 V2 have V1 V2 have different types by name equivalence. നെയിം ഇക്വലൻസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ V1ഉം V2ഉം രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ദെൻ MLനകത്ത് നമുക്ക് സ്ട്രക്ചറൽ ഇക്വലൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ കേസ് T1 ആൻഡ് T2 ആർ ഈക്വലൻറ്റ് ടൈപ്സ്.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ സിൻടാക്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അഡായിൽ നമ്മൾ നെയിം ഇക്വലൻസ് ആണ് യൂസ് ചെയ്യുന്നത്. MLനകത്ത് സ്ട്രക്ചറൽ ഇക്വലൻസ് ആണ് യൂസ് ചെയ്യുന്നത്. Now, type compatibility. Type compatible means a value's type must be compatible with that of the context in which it appears. Okay, ഏതൊരു വാല്യൂ എടുത്താലും അതിൻ്റെ ടൈപ്പ് നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിലാണോ അത് അപ്ലൈ ചെയ്യുന്നത് അവിടെ കോമ്പാറ്റിബിൾ കോമ്പാറ്റിബിൾ ആകണം എന്ന് പറയുമ്പോൾ അത് ആ ഒരു ഓപ്പറേഷന് സ്യൂട്ടബിൾ ആവണം. ഓക്കെ, ദ ടൈപ്പ് കോമ്പാറ്റിബിലിറ്റീനെ നമ്മൾ 3 ടൈപ്സ് ആയിട്ട് കമ്പൈലറിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അസൈൻമെൻറ്റ് കോമ്പാറ്റിബിലിറ്റി, എക്സ്പ്രഷൻ കോമ്പാറ്റിബിലിറ്റി ആൻഡ് പാരാമീറ്റർ കോമ്പാറ്റിബിലിറ്റി. സോ ആക്ച്വലി കമ്പൈലർ കോമ്പാറ്റിബിലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ 3 ടൈപ്പ് ഓഫ് കോമ്പാറ്റിബിലിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. സോ ഇനി അസൈൻമെൻറ്റ് കോമ്പാറ്റിബിലിറ്റിയുടെ കേസ് പറയുവാണെങ്കിൽ അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ A=B അല്ലേ. സോ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ കേസ് it should ensure that A and B are of same type. So the type of the RHS right hand side must be compatible with that of left hand side. Okay, if the type of variable assigned to another variable is different, so what happens if both are different? It results into loss of value. Okay, value loss ആവാനുള്ള ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്ലോട്ട് n1 = 12.5. n1 എന്ന് പറഞ്ഞ് ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ 12.5 ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ വി ആർ ക്രിയേറ്റിംഗ് അനദർ വേരിയബിൾ n2 ആസ് ഇൻറ്റീജർ ആൻഡ് വി ആർ അസൈനിങ് ദിസ് n1 into n2. സോ വാട്ട് ഹാപ്പൻസ് ഈസ് n2വിനകത്ത് ഈ 12 എന്നുള്ള വാല്യൂ മാത്രമേ ചെല്ലത്തുള്ളൂ. 0.5 വിൽ ബി ലോസ്റ്റ്. ഓക്കെ, ബിക്കോസ് n2 ഈസ് ഇൻറ്റീജർ ടൈപ്പ്. So assigning a float value to int type will result in loss of decimal value of n1. Okay, so in assignment compatibility, if the LHS and RHS side are different, what happens is there may be some possible loss of data. Then next one is expression compatibility. In expression compatibility means whatever operands we are using, we are giving some operands operators for some operations. Okay, സോ ആ ഓപ്പറേഷൻസിൽ ഓപ്പറേറ്ററിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ കോമ്പാറ്റിബിൾ ആണെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദാറ്റ് മീൻസ് ഇപ്പം പ്ലസ് എന്നുള്ള ഓപ്പറേറ്ററിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓപ്പറാൻസ് ഏതാണോ അതിനനുസരിച്ചുള്ള ഓപ്പറേഷനാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ n = 3/2 എന്ന് നമ്മൾ പറയുന്നു. ഇൻറ്റിജറാണ് n എന്ന് പറയുന്നത്. സോ ഇൻ ദാറ്റ് കേസ് വാട്ട് ഹാപ്പൻസ് ഈസ് റിസൾട്ട് നമുക്ക് 1 എന്നേ കിട്ടത്തുള്ളൂ. ആക്ച്വലി ദ റിസൾട്ട് ഈസ് 1.5 അല്ലേ. സോ അപ്പോൾ അവിടെയും ഇൻകോമ്പാറ്റിബിലിറ്റി വന്നത് കാരണം ഡെസിമൽ വാല്യൂ ലോസായി. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എക്സ്പ്രഷൻ കോമ്പാറ്റിബിലിറ്റിയിൽ ഉണ്ടാവും. ദെൻ പാരാമീറ്റർ കോമ്പാറ്റിബിലിറ്റി. പാരാമീറ്റർ കോമ്പാറ്റിബിലിറ്റി മീൻസ് നമ്മളൊരു ഫങ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് വാട്ട് എവർ വി ആർ സെൻഡിങ് ടു ദ ഫങ്ഷൻ. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഒരു ടൈപ്പ് സെൻഡ് ചെയ്യുമ്പോൾ അവിടെ റിസീവ് ചെയ്യുന്നത് സെയിം ടൈപ്പ് അല്ല എങ്കിൽ അവിടെയും ലോസ് ഓഫ് ഡേറ്റ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്കൊരു ഷോ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഷോ ഫംഗ്ഷൻ വി ആർ യൂസിങ് ഫോർമൽ പാരാമീറ്റർ ആസ് ഇൻറ്റ് n, ഇൻറ്റിജർ n ആണ് യൂസ് ചെയ്യുന്നത്. അതേസമയം മെയിനിനകത്തുനിന്ന് ആ ഫംഗ്ഷൻ കോൾ ചെയ്ത സമയത്ത് ദ ആക്ച്വൽ പാരാമീറ്റർ ഗിവൺ ഈസ് 8.2. ഓക്കെ, ആൻഡ് ദിസ് 8.2 ഇവിടുന്ന് സെൻഡ് ചെയ്താൽ പോലും അവിടെ എന്നിലേക്ക് റിസീവ് ആവുന്നത് എന്തായിരിക്കും? 8 എന്നുള്ള വാല്യൂ ആയിരിക്കും, ബിക്കോസ് ഓഫ് ദ ഇൻകോമ്പാറ്റബിലിറ്റി. ഓക്കെ, സോ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ കേസ് ഓൾസോ ദ ഡെസിമൽ പാർട്ട് കഴിഞ്ഞ് വരുന്ന നമ്പർ നമുക്ക് മിസ് ചെയ്യാം. So this is known as parameter compatibility. Now moving on to type inference. Type inference means automatic detection and deduction of the data type of an expression. Okay, ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ എക്സ്പ്രഷൻ എടുത്താലും അതിൻ്റെ ഡേറ്റ ടൈപ്പിനെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ടൈപ്പ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. സോ ഓട്ടോമാറ്റിക് ഡിഡക്ഷൻ യൂഷ്വലി ഡൺ അറ്റ് കമ്പൈൽ ടൈം. യൂഷ്വലി അത് കമ്പൈൽ ടൈമിലാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് അനലൈസിങ് എ പ്രോഗ്രാം ആൻഡ് ദെൻ ഇൻഫറിങ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സം ഓർ ഓൾ എക്സ്പ്രഷൻസ് ഇൻ ദാറ്റ് പ്രോഗ്രാം. സോ അപ്പോൾ പ്രോഗ്രാമിനെ അനലൈസ് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള യൂസ് ചെയ്തിരിക്കുന്ന ആ എക്സ്പ്രഷനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഡേറ്റ ടൈപ്സിനെ
ബേസ് ചെയ്തിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ എക്സ്പ്രഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻ്റെ പാർട്ടിൻ്റെയോ ടൈപ്പ് ഇൻഫർ ചെയ്തെടുക്കുന്നത്. ഓക്കെ, പ്രോഗ്രാമർ ഡസ് നോട്ട് നീഡ് ടു എക്സ്പ്ലിസിറ്റ്ലി ഇൻപുട്ട് ആൻഡ് ഡിഫൈൻ ഡേറ്റ ടൈപ്സ് എവറി ടൈം വേരിയബിൾസ് ആർ യൂസ്ഡ് ഇൻ ദ പ്രോഗ്രാം. ഓക്കെ, അതാണ് ടൈപ്പ് ഇൻഫറൻസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ പ്രോഗ്രാമിനകത്ത് ഓരോ തവണയും ഡേറ്റ യൂസ് ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലിസിറ്റ്ലി ഇൻപുട്ട് ടൈപ്പ് ഏതാണെന്ന് ഓരോ തവണയും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ദാറ്റ് ഈസ് ദ യൂസ് ഓഫ് ടൈപ്പ് ഇൻഫറൻസ്. സോ വാട്ട് ഡിറ്റർമിൻസ് ദ ടൈപ്പ് ഓഫ് ദ ഓവറോൾ എക്സ്പ്രഷൻ? ഒരു ഓവറോൾ എക്സ്പ്രഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടൈപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത് പല കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു അരിത്മെറ്റിക് ഓപ്പറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സെയിം ടൈപ്പ് ആണ് അതിൻ്റെ അരിത്മെറ്റിക് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സ്പ്രഷൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറാൻഡ്സിൻ്റെ സെയിം ടൈപ്പ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ കമ്പാരിസൻ്റെ കേസിലും റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ബൂളിയൻ ടൈപ്പ് ആയിരിക്കും. കാരണം ട്രൂ ഓർ ഫാൾസ് എന്നുള്ളതായിരിക്കും അവിടെ വരിക. ഇനി ഒരു ഫങ്ഷൻ കോളിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫങ്ഷൻ കോളിൽ നമ്മൾ എന്തൊക്കെ ടൈപ്പാണോ അതിൻ്റെ ഫങ്ഷൻ പ്രോട്ടോ ടൈപ്പിൽ ഡിഫൈൻ ചെയ്യുന്നത്, ആ ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹെഡറായിട്ട് നമ്മൾ എന്ത് ടൈപ്പാണോ കൊടുക്കുന്നത് അതായിരിക്കും ആ ഒരു എക്സ്പ്രഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷൻ കോളിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്. ദെൻ ഒരു അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെയിം ടൈപ്പ് ആസ് LHS. ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ എന്താണ്, വേരിയബിൾ ടൈപ്പ് എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ അസൈൻമെൻറ്റ് എക്സ്പ്രഷൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്. സോ ഇപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഓവറോൾ എക്സ്പ്രഷൻ്റെ ടൈപ്പ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓപ്പറേഷൻസ് ഓൺ സബ് റേഞ്ച് ആൻഡ് കോമ്പോസിറ്റ് ടൈപ്സ് ഡു നോട്ട് പ്രിസർവ് ദി ടൈപ്സ് ഓഫ് ദി ഓപ്പറാൻഡ്സ്. സബ് റേഞ്ചിലോ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ടൈപ്സിലോ നമ്മൾ എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഓപ്പറാൻഡ് ടൈപ്പ് പ്രിസർവ് ചെയ്യാൻ പറ്റില്ല. ടൈപ്പ് ഇൻഫറൻസ് ഫൗണ്ട് ഇൻ ML ലാംഗ്വേജിലാണ് ടൈപ്പ് ഇൻഫറൻസ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സബ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിൻ്റെ റീഡബിലിറ്റി കൂട്ടാനും എറർ ചെക്കിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെയാണ് നോർമലി സബ് റേഞ്ചസ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദേ ഡിഫൈൻ ആൻ ഓർഡർ സോ ദേ ക്യാൻ ബി യൂസ്ഡ് ഇൻ എന്യൂമറേഷൻ കൺട്രോൾഡ് ലൂപ്സ്. എന്യൂമറേഷൻ കൺട്രോൾഡ് ലൂപ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ സബ് റേഞ്ചസ് യൂസ് ചെയ്യുന്നത്. They were first introduced in Pascal. In Pascal, the result of any arithmetic operation on a subrange has the subrange base type. Okay, ഇപ്പം പാസ്കലിൻ്റെ കേസിൽ ഏതൊരു അരിത്മെറ്റിക് ഓപ്പറേഷൻ എടുത്താലും അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ സബ് റേഞ്ചിൻ്റെ ബേസ് ടൈപ്പ് എന്താണോ അത് തന്നെയായിരിക്കും. അഡ കോൾസ് സബ് ടൈപ്സ് വിത്ത് റേഞ്ച് കൺസ്ട്രെയിൻസ്. അടയിലാണെങ്കിൽ നമ്മൾ റേഞ്ച് കൺസ്ട്രെയിൻസ് യൂസ് ചെയ്തിട്ടാണ് സബ് ടൈപ്സ് കോൾ ചെയ്യുന്നത്. ടൈപ്പ് എ ടൈപ്പ് ഈസ് ന്യൂ ഇൻറ്റിജർ റേഞ്ച് 0 to 20. ഇവിടെ നമ്മൾ ടൈപ്പ് എ ടൈപ്പ് ഈക്വൽ ടു 0 to 20 പറയുന്നുണ്ട്, ബി ടൈപ്പ് ഈക്വൽ ടു 10 to 20 പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് എ ടൈപ്പ് എന്ന് പറയുന്ന ആ വേരിയബിളിനകത്ത് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ 0 to 20 വരെയുള്ള ഡേറ്റ. അതുപോലെ ബി ടൈപ്പിൽ 10 to 20. വേരിയബിൾ എ സ്മോൾ ലെറ്റർ എ ടൈപ്പ്, ബി ടൈപ്പ്, ഇങ്ങനെ നമ്മൾ രണ്ട് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്തു. ദെൻ വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് എ പ്ലസ് ബി? എ പ്ലസ് ബി നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് എയ്തർ എ ടൈപ്പ് ഓർ ബി ടൈപ്പ്. ഹിയർ ഇറ്റ് ഈസ് ഇൻറ്റിജർ. രണ്ടും ഇൻറ്റിജർ ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദ റിസൾട്ട് ഓഫ് ഡേറ്റ ടൈപ്പ് ഓഫ് എ പ്ലസ് ബി വിൽ ബി ഓഫ് ഇൻറ്റിജർ ടൈപ്പ്. ഓക്കെ, സോ അപ്പോൾ ഇതിനെയാണ് നമ്മൾ സബ് റേഞ്ച് എന്ന് പറയുന്നത്. നൗ കോമ്പോസിറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് നോൺ സ്കെയിലർ ടൈപ്സ് മീൻസ് ഒരു സിംഗിൾ ഡേറ്റ ടൈപ്പ് അല്ല അത്. ഓക്കെ, അതായത് നമ്മൾ ഓൾറെഡി ഉള്ള പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് അല്ലെങ്കിൽ ബേസിക് ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്തുകൊണ്ട് യൂസർ ഡിഫൈൻഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്സിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ജനറലി ക്രിയേറ്റഡ് ബൈ അപ്ലൈയിങ് എ ടൈപ്പ് കൺസ്ട്രക്ടർ ടു വൺ ഓർ മോർ സിംപ്ലർ ടൈപ്സ്. സിംപ്ലർ ആയിട്ടുള്ള ടൈപ്സിനകത്ത് ഒന്നിലധികം ടൈപ്പ് കൺസ്ട്രക്ടേഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ കോമ്പോസിറ്റ് ടൈപ്സ് ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ റെക്കോർഡ്സിൽ നമ്മൾ C++ലൊക്കെ നമ്മൾ സ്ട്രക്ചേഴ്സ് എന്നാണ് പറയുന്നത്. ദെൻ യൂണിയൻസ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വേരിയൻറ്റ് റെക്കോർഡ്സ്, അറേയ്സ്, സെറ്റ്സ്, പോയിൻറ്റേഴ്സ്, ലിസ്റ്റ്, ഫയൽ, ഇതെല്ലാം കോമ്പോസിറ്റ് ടൈപ്സിന് എക്സാമ്പിൾസ് ആണ്. കോമ്പോസിറ്റ് ലിറ്ററൽസ് ആർ സംടൈംസ് നോൺ ആസ് അഗ്രിഗേറ്റ്സ്. ഓക്കെ, അഡ ലാംഗ്വേജിനകത്ത് കോമ്പോസിറ്റ് ടൈപ്സ് അറിയപ്പെടുന്നത് അഗ്രിഗേറ്റ്സ് എന്നാണ്. So character string provides a simple example.
ഇപ്പോൾ ഒരു ക്യാരക്ടർ സ്ട്രിങ് നമ്മൾ പാസ്കലിനകത്ത് ഒരു സ്ട്രിങ് ABC എന്ന് പറഞ്ഞൊരു സ്ട്രിങ് എടുക്കുകയാണെങ്കിൽ ടൈപ്പ് അറേ ഓഫ് 1 to 3 ഓഫ് ക്യാർ എന്നായിരിക്കും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഇപ്പം അടയിൽ ABC എന്ന് പറയുന്നത് ഒരു 3 ക്യാരക്ടർ അറേയും DEFG എന്ന് പറയുന്നത് ഒരു 4 ക്യാരക്ടർ അറേയുമാണ്. ഇനി ഇതിനകത്ത് നമ്മൾ ഒരു പ്ലസ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ, ദാറ്റ് മീൻസ് കൺകാറ്റിനേഷൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് 7 ക്യാരക്ടറുള്ള ഒരു അറേ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് 7 ക്യാരക്ടർ റിസൾട്ട് മേ ബി അസൈൻഡ് ഇൻ ടു ആൻ അറേ ഓഫ് ടൈപ്പ് അറേ 1 to 7 ഓഫ് ക്യാരക്ടർ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പിലേക്കായിരിക്കും ഇതിനെ അസൈൻ ചെയ്യുന്നത്. സോ അപ്പം ഈ പറയുന്ന 3 കേസിലും സൈസ് ഓഫ് ദ അറേ ഈസ് നോൺ. നമുക്ക് സൈസ് അറിയാം ബട്ട് ദ ബൗണ്ട്സ് ആൻഡ് ഇൻഡെക്സ് ടൈപ്സ് ആർ നോട്ട്. അതിൻ്റെ ബൗണ്ട്സോ ഇൻഡെക്സോ ഇൻഡെക്സ് ടൈപ്സോ അറിയാൻ പറ്റില്ല. ദേ മസ്റ്റ് ബി ഇൻഫേർഡ് ഫ്രം കോണ്ടെക്സ്റ്റ്. അത് നമ്മൾ കോണ്ടെക്സ്റ്റിൽ നിന്നാണ് ഇൻഫർ ചെയ്ത് എടുക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ഇൻഡെക്സ് ടൈപ്പ് നമ്മൾ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഇൻറ്റിജറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇൻഫർ ചെയ്തെടുത്ത നോളജാണ്. ഇനി MLനകത്ത് യൂസ് ചെയ്യുന്ന ടൈപ്പ് സിസ്റ്റം, ML ലാംഗ്വേജിനകത്ത് ടൈപ്പ് ഇൻഫറൻസ് occurs in certain functional languages like ML. Programmers have the option of declaring the types of objects in these languages. ഈ ലാംഗ്വേജസിലെന്നാൽ തന്നെ നമ്മൾ പ്രോഗ്രാമേഴ്സാണ് ഓരോ ഒബ്ജക്റ്റിൻ്റെയും ടൈപ്സ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നത്. പ്രോഗ്രാമേഴ്സ് ആൾസോ ചൂസ് നോട്ട് ടു ഡിക്ലെയർ സർട്ടൻ ടൈപ്സ്. അപ്പം നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം ചില ടൈപ്സ് നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ട എന്ന് തീരുമാനിക്കാം. അങ്ങനത്തെ കേസസിൽ കമ്പൈലർ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഇൻഫർ ചെയ്ത് എടുക്കും. ബേസിക്കലി നോൺ ടൈപ്സിൻ ഉള്ള ലിറ്ററൽ കോൺസ്റ്റൻസിൻ്റെയൊക്കെ ബേസിസിൽ അത് തന്നെ ഓട്ടോമാറ്റിക്കലി ഇൻഫർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് MLനകത്ത്. ML ടൈപ്പ് ഇൻഫറൻസ് ഈസ് ദ ഇൻവെൻഷൻ ഓഫ് ദ ലാംഗ്വേജ് ക്രിയേറ്റർ റോബിൻ മില്ലറിൻ്റെ ഒരു ഇൻവെൻഷനായിരുന്നു MLനകത്തുള്ള ടൈപ്പ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. Now next one is type conversion. Okay, conversion means we have to convert from one data type to another data type. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും, implicitly or explicitly. Implicit conversion is also known as type coercion, which is automatically done. Okay, implicit conversion എന്ന് പറയുന്നത് കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ ഓർ ടൈപ്പ് കൊയേർഷൻ എന്ന് പറയുന്നത്. അതേസമയം എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ഓർ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം എഴുതുന്ന ആൾ തന്നെ മാനുവലി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കും. അതിനെയാണ് എവിടെയാണോ നമുക്ക് കൺവേർഷൻ ആവശ്യമായിട്ടുള്ളത് അവിടെ യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പറയുന്നതിനെയാണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് സിക്കകത്ത് ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് കൊയേർഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡബിൾ ആയിട്ട് എക്സും വൈയും ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഡബിൾ ഡേറ്റ ടൈപ്പിലുള്ള 2 വേരിയബിൾസാണ് എക്സും വൈയും. ദെൻ എക്സിനകത്തേക്ക് ഞാൻ 3 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്യുവാണ്. ആക്ച്വലി 3 എന്താണ്? അത് ഇൻറ്റിജർ ടൈപ്പാണ് അല്ലേ. സോ ഹിയർ വാട്ട് ഹാപ്പൻസ് ഈസ് ദ കമ്പൈലർ ഈസ് converting this integer 3 into a double value automatically. അതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് കൊയേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇൻ ദ സെക്കൻഡ് കേസ് y ഈക്വൽ ടു ഡബിൾ ഓഫ് 5 ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് 5 ഈസ് ആൻ ഇൻറ്റിജർ വാല്യൂ ആൻഡ് ദിസ് ഇൻറ്റിജർ വാല്യൂ ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു ഡബിൾ വിച്ച് വി ആർ സ്പെസിഫൈ. ദെൻ ഇറ്റ് ഈസ് അസൈൻഡ് ഇൻ ടു വേരിയബിൾ y. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ കേസ്. അത് എക്സ്പ്ലിസിറ്റ് കൊയേർഷൻ ഓർ കാസ്റ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. So non-converting typecast means the change of data type that does not alter the underlying bits is called a non-converting typecast or type pune. That means നമ്മൾ ഡേറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്താലും അതിൻ്റെ അണ്ടർലൈങ് ബിറ്റ്സിനെ അതിൻ്റെ വാല്യൂസിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള കൺവേർഷനാണ് നോൺ കൺവേർട്ടിംഗ് ടൈപ്പ് കാസ്റ്റ് എന്ന് പറയുന്നത്. ഇത് അഡായിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അഡായിനകത്ത് ഒരു ജനറിക് സബ് റൂട്ടീൻ, ബിൽറ്റ് ഇൻ സബ് റൂട്ടീൻ ഉണ്ട്, അൺചെക്ഡ് കൺവേർഷൻ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അഡായിൽ ഈ ഒരു നോൺ കൺവേർട്ടിംഗ് ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നത്. C++ ഇൻഹെറിറ്റ്സ് കാസ്റ്റിംഗ് മെക്കാനിസംസ് ഓഫ് സിക്കകത്ത് യൂസ് ചെയ്യുന്ന ടൈപ്പ് കൺവേർഷൻ മെക്കാനിസംസ് തന്നെയാണ് C++നകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഫോർട്രാനിനകത്താണെങ്കിൽ ഇറ്റ്
ഹാസ് ലോഡ്സ് ഓഫ് കൊയേഷൻ ഓൾ ബേസ്ഡ് ഓൺ ഓപ്പറാൻഡ് ടൈപ്പ്. ഓപ്പറാൻഡ് ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് പല ടൈപ്പ് ഓഫ് കൊയേഷൻസും ഫോർട്രാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊയേഷൻ റൂൾസ് ആർ എ റിലാക്സേഷൻ ഓഫ് ടൈപ്പ് ചെക്കിങ്. ടൈപ്പ് ചെക്കിങ്ങിൻ്റെ റിലാക്സേഷനാണ് ശരിക്കും പറഞ്ഞാൽ കൊയേഷൻ റൂൾസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ടൈപ്പ് ഇൻകോമ്പാറ്റിബിലിറ്റി വരുന്നില്ലല്ലോ. ടൈപ്പ് ഇൻകോമ്പാറ്റിബിലിറ്റി വരുമ്പോഴാണ് ടൈപ്പ് ചെക്കിങ് വരിക. Okay, recent thought is that this is probably a bad idea. Languages such as Modular 2 and Ada do not permit cohesions. Modular 2യും അഡായും ഒന്നും ഈ ഒരു കൊയേഷൻസ് പെർമിറ്റ് ചെയ്യുന്നില്ല. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടൈപ്പ് സിസ്റ്റംസ് ഓർ ഡേറ്റ ടൈപ്സിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് റെക്കോർഡ്സ് ഓർ സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ, ടേക്ക് കെയർ.